എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെയാണ്. ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കി എടുക്കാനാണെങ്കിലും വളരെ കുറഞ്ഞ സമയം മാത്രം മതി നമുക്ക്. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ ക്യാരറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തിനുള്ള റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ ഇത്ര അളവിൽ ക്യാരറ്റ് വെച്ചിട്ട് നമുക്കൊരു 5-6 ഗ്ലാസോളം വെള്ളം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 2 ഗ്ലാസ്സൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഒരു 1.5 ക്യാരറ്റ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഇവിടെ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലുള്ള ഡ്രിങ്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് എടുക്കുമ്പോൾ വാടിയ ടൈപ്പ് ക്യാരറ്റ് ഒരിക്കലും എടുക്കരുത് കേട്ടോ. നല്ല പച്ചയായിട്ടുള്ള ക്യാരറ്റ് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ എല്ലാം തൊലി കളഞ്ഞ് വീണ്ടും നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുകയാണെങ്കിൽ അരിഞ്ഞ് കിട്ടാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഇവിടെ കുറച്ച് ഏറെ ഉള്ളതുകൊണ്ട് ഒരു 2 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാനിന്ന് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ പകുതിയോളം ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ആ ഒരു ക്യാരറ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ മാത്രമുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഏകദേശം 1 കപ്പോളം വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ ഇതുപോലെ അരച്ചിട്ടെടുക്കുക. അരച്ചതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം കേട്ടോ. ഇതുപോലെ സ്പൂണും കൊണ്ട് നമ്മൾ അരിച്ചിട്ടെടുത്താൽ ഒരു ഫുള്ള് ജ്യൂസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കാം കേട്ടോ, എങ്കിൽ ഒരു ഫുള്ള് ജ്യൂസ് നമുക്ക് കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ക്യാരറ്റും ഇതുപോലെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ല, നമ്മുടെ ഒരു ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് സബ്ജ സീഡ്സ് അഥവാ കസ്കസ് ആണ്. ഇത് നമ്മൾ സാധാരണ കുലുക്കി സർബത്തിനകത്ത് ഇടുന്ന ഒരു കസ്കസ് തന്നെ. അതൊരു 3/4 ടേബിൾ സ്പൂണോളം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു കസ്കസ് നല്ല ഡബിളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഒരു വെള്ളത്തിൽ കിടന്ന് ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു കോക്ടെയിൽ ഷേക്കറാണ്. ഈ ഒരു കോക്ടെയിൽ ഷേക്കർ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ സാധാ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിലോ എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നാരങ്ങയാണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അരമുറി നാരങ്ങ മാത്രം മതി. അപ്പോൾ ഒരു നാരങ്ങയുടെ പകുതി ഇതുപോലെ പിഴിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന ഒരു കസ്കസ് അതൊരു 3-4 ടീസ്പൂണോളം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു ജ്യൂസിന് നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ നറുനീണ്ടി സിറപ്പാണ് കേട്ടോ. നന്നാറി സിറപ്പ് നമുക്ക് നാട്ടിലൊക്കെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങാടി കടകളിലും ബേക്കറിയിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ബോട്ടിൽ കിട്ടുന്ന ഒരു നറുനീണ്ടി സിറപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗൾഫിലൊക്കെ ആണെങ്കിൽ ലുലുവിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഈ ഒരു നറുനീണ്ടി സിറപ്പ്. അപ്പോൾ ഇത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മധുരം ഇല്ലെങ്കിൽ വീണ്ടും ലാസ്റ്റ് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു ചെറിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു നാരങ്ങയുടെ ഒരു കഷ്ണമാണിത്. ഇതുപോലെ നമ്മൾ നാരങ്ങ കഷ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല പഴുത്തത് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരു കയ്പുണ്ടാവും. ഒരു ചെറിയ കഷ്ണം പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഒരു ക്യാരറ്റ് ജ്യൂസാണ്. അതൊരു 1/3 കപ്പ്, അതായത് 1/2 കപ്പിലും കുറച്ച് കുറവാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതുള്ള ഐസ് ക്യൂബ്സ് ആണ്. അതും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പൊക്കെ എടുത്ത് നല്ല തണുത്ത വെള്ളം കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കണം കേട്ടോ. ഈ ഒരു കോക്ടെയിൽ ഷേക്കർ നിങ്ങളുടെ ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുപ്പിക്കകത്ത് ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുക. വക്കില്ലാത്ത ടൈപ്പ് സ്റ്റീൽ ഗ്ലാസ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലും കുറച്ചും കൂടി വലിപ്പമുള്ള ഒരു ഗ്ലാസ് വെച്ച് നമ്മൾ അടച്ചിട്ട് കടകളിലൊക്കെ കുലുക്കിയെടുക്കുന്ന പോലെ അങ്ങനെ നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഇത് കുലുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുലുക്കിയെടുത്ത് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കുലുക്കി ജ്യൂസ് ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്കിത് ക്യാരറ്റ് വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്.
ഇതിനു മുമ്പ് ഞാൻ അനാർ വെച്ച് ഇതുപോലൊരു ജ്യൂസ് ചെയ്തിട്ടുണ്ട്. അനാറിൻ്റെയൊക്കെ ജ്യൂസ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കൊരു നന്നാറി സിറപ്പ് കൂടാതെ റോസ് സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടും ചെയ്യാന്നാണ് കേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ കുറഞ്ഞ സമയത്തിലുള്ള നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.